കേശവൻ ഇതുവരെ എണ്ണിച്ചില്ല. അളിയനവിടെ പോയിക്കുമായിരുന്നു. ഞാനേ ജംഗ്ഷൻ വരുന്നു പോയതാ. അളിയനെന്താ എന്റെ അടുത്ത് പറയാഞ്ഞ? അത് പറയാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാ പോകുമ്പോ പാറോസ് പറയത്തില്ലേ മിഠായി മേടിച്ചോണ്ട് വരണോന്ന്, മനഃപൂർവ്വം പറയാഞ്ഞ. അയ്യോ, എന്റെ കളത്തിലൊക്കെ കണ്ടുപിടിച്ചല്ലേ. പാറോസേ, എന്താണ് ഉദ്ദേശം? പഠനമാണോ അതോ കലാസൃഷ്ടിയാണോ? അളിയാ, കൊറേ നാളായി വരച്ചിട്ട് ടച്ച് അങ്ങ് വിട്ടുപോയെന്നൊരു ഡൗട്ട്, അതുകൊണ്ടാ വരച്ചു നോക്കുന്നത്. ടച്ച് വിട്ട് കളയണ്ട, നല്ലോണം വരച്ചോട്ടാ. നീ അവനും ചെയ് കേശു. ഉറങ്ങുന്നു. ഉറക്കാ? ആ, അവനിതുവരെ എണീറ്റില്ലേ? ഇല്ല. ഞാൻ പോയപ്പോ അവരോട് ഉറക്കമാണല്ലോ. അളിയാ, ഇപ്പൊ ഇങ്ങനെ തന്നെയാ. രാത്രി എല്ലാ കൂട്ടുകാരും കൂടെ ഇരുന്ന് ഗെയിം കളി, അത് കഴിയുമ്പോഴത്തേക്ക് കുനൂനാ വർത്താനം. അതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് കിടന്നുറങ്ങാനാവുമ്പത്തേക്ക് 2 മണി 3 മണിയൊക്കെ ആവും. എന്താ ജീവിതം, സുഖ ജീവിതം തന്നെ. രക്ഷപ്പെടാനേ ഇതിൽ കൂടുതൽ വല്ലതും വേണോ? പാറോസേ, കുഴിപ്പള്ളത്തെ എന്റെ ഒരു മാമയുടെ മക്കളുണ്ട്. അവരും ഇതേപോലെ തന്നെയാ. 12-12:30 ആകാതെ അവര് കട്ടിലേന്ന് എഴുന്നേൽക്കുകയല്ല. കൊതിയാവുന്നു ഉറങ്ങുന്നത് കണ്ടിട്ട്. എന്റെ സംശയം അതൊന്നുമല്ല. അമ്മമ്മ ഇതുപോലത്തെ കാര്യമൊന്നും ഇപ്പൊ ശ്രദ്ധിക്കുന്നില്ലല്ലോ. 2 ദിവസം അമ്മൂമ്മ ഇത് ശ്രദ്ധിച്ചതാ, പിന്നെ അമ്മൂമ്മക്ക് മനസ്സിലായി ശ്രദ്ധിച്ചിട്ടും കാര്യമൊന്നും ഇല്ലെന്ന്. അല്ലെങ്കിലേ അമ്മമ്മക്ക് ഇവന്റെ കാര്യത്തിൽ കുറച്ച് പാർഷ്വാലിറ്റി ഉണ്ട്. അമ്മമ്മയുടെ ചെല്ല പിള്ളയല്ലേ കേശു. കടകളിൽ തോന്നുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അമ്മൂമ്മ കേശവന്റെ അടുത്ത് ഏൽപ്പിച്ചാലേ കേശവനെ രാവിലെ എണീക്കും. അങ്ങനെയാണെങ്കിലേ നമുക്കൊരു പരിപാടി ഒപ്പിക്കാം. നമ്മളതിന്റെ പുറകിലെന്ന് കേശവൻ അറിഞ്ഞാലേ നമ്മളെ പഞ്ഞിക്കിടും. പിന്നെ നമുക്കിവിടെ ജീവിക്കാൻ പറ്റില്ല. ഈ ലച്ചു ശിവൻ പോയിട്ട് എത്ര നേരമായി? ഈ പിള്ളേർ എന്താ വരാത്തെ? അനിയത്തിയും ചേച്ചിയും കൂടെ കഥകളൊക്കെ പറഞ്ഞു വരുമ്പോ കുറച്ചൊക്കെ ലേറ്റ് ആവും. ശിവചേച്ചി ചെന്നൈയിലെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞ പിന്നെ നിർത്തത്തില്ല. ശിവചേച്ചിയുടെ ചെന്നൈയിലെ കഥകൾ കേട്ടി എന്റെ ചെവി പൊട്ടിപ്പോയി. കുടുംബത്തിലെ ഏക ഒരു ആൺതരി കിടക്കുന്ന കിടപ്പ് കണ്ടാ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് കുട്ടപ്പനായി ഇരിക്കേണ്ടവനാ. എന്താ ഉറക്കം! കുടുംബത്തിലെ ഒരുത്തർ ഇങ്ങനെ ഇരിക്കേണ്ട മ്ലേച്ഛം തന്നെ, അശ്രീകരം. അമ്മുമ്മയ്ക്കൊന്നും ഇവിടെ യാതൊരു വിലയില്ല. പാറ പോലെ കിടക്കട കണ്ടില്ലേ? പാറു, നീ പോയിന്ന് വിളിച്ചേ. ചെല്ല്. കേശവടാ, 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 ചേട്ടാ എണ്ണീര്. ചേട്ടാ, കേശു, കേശുവേ. கேசுவ கூப்பிட்டுட்டு ஒரு பிரயோஜனம் இல்லம்மா. நான் கொஞ்சம் முன்னாடி நிறைய வாட்டி கூப்பிட்டேன், ஆனா எழுந்திருக்கவே இல்ல. കൊറേ ദിവസമായിട്ടെ ഇത് തന്നെ പരിപാടി ഉണ്ട്. ഇതെന്തൊരു ഉറക്കാ ഇത്? കേശവടാ, എഴുന്നേക്കട അങ്ങോട്ട്. അമ്മൂമ്മേനെ പോടീന്ന് വിളിച്ച്. അമ്മൂമ്മ അല്ല പൊടിന്ന് വിളിച്ച എന്നെയാ. കേശവടാ, விடு பாரு, கொஞ்ச நேரம் தூங்கட்டும். நைட் எல்லாம் நிறைய லேட்டா தான் படுத்திருக்கான். தூங்கட்டும், பாவம்ல. കിടക്കട്ടെ, ഇങ്ങനെ കിടക്കട്ടെ. അവനവന്റെ കാര്യം നോക്കാതെ ഇങ്ങനെ കിടന്നിട്ടേ അവസാനം ജീവിതത്തിൽ ഒന്നും ആവാതെ ഇങ്ങനെ മാനവും നോക്കി ഇങ്ങനെ കിടക്കേണ്ടി വരും. എണീക്കുന്നു. ശരി, പാമ്പ് 10 വിടർത്ത പോലെ വിടർത്തിയിട്ടേ പടം കൊള്ളാടാ. അവന്റെ പത്തിയെ ഞാൻ മടക്കി കൊടുക്കാം. ഇതെന്തൊരു സ്റ്റൈല്! பாவம்ல. தூங்கட்டும் பாரு. சிவா, காலங்கார்த்தால நீ கிச்சன்லயா? நேத்தைக்கு நீ சொன்னல சீக்கிரம் எழுந்திரிச்சு கிச்சன்ல ஏறுவேன்னு, ஆனா நான் நம்பவே இல்லடா. சிவ ஒரு தடவை சொன்னா 100 தடவை சொன்ன மாதிரி, മനസ്സിലായല്ല? എല്ലാവർക്കുള്ള சுட சுட மார்னிங் காஃபி சிவே கையுണ്ടായിരുന്നു. அப்படின்னா நம்ம தமிழ்நாடு ஸ்டைல்ல ஸ்ட்ராங்கான காஃபியா போடு. അതേ താൻ ഒന്ന് നോക്കത്തില്ലാട്ട് പിന്നെ എന്താണ് ഇവിടെ?
எனக்கு நல்ல மனம் வருது. അത് മാത്രല്ല രാവിലെ ദോശക്ക് സാമ്പാറിന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. വേണ്ട മുരിങ്ങക്ക, തക്കാളി, കത്തിരിക്ക, പിന്നെ വെണ്ടക്ക. ഇനി നമുക്ക് ഉരുളക്കം കൂടെ അരിഞ്ഞു കഴിഞ്ഞാൽ പരിപാടി തീർന്നു. சூப்பர். ആന്റി, ഇവിടെ ഈ പൊട്ടുകടല ഇരിപ്പുണ്ടോ? നമ്മൾ ഈ മിക്സറിലൊക്കെ എടുത്തില്ല ആ പൊട്ടുകടല? ஐயோ சிவா, இருந்தது சிவா, இப்ப தீர்ந்து போச்சு. நான் வாங்கணும்னு நினைச்சேன், மறந்துட்டேன்டா. ഈ പൊട്ടുകടലിട്ടാലേ സാമ്പാറിന് ഒരു പ്രത്യേക രുചിയും ഒരു പ്രത്യേക ചൊവ്വയൊക്കെ വരും. ഇപ്പൊ പൊട്ടുകടല ഇല്ലെങ്കില് കുഴപ്പമില്ല, നമുക്ക് പപ്പടം ഇടാം. സാമ്പാറിനകത്ത് പപ്പടോ? ஆமாமா, இந்த பப்படம் சேர்த்துன்னு வச்சுக்கோங்க, இந்த சாம்பாருக்கு ரொம்ப கொழுப்பும் கிடைக்கும், ரொம்ப டேஸ்டியாவும் இருக்கும். അതുപോലെ തന്നെ വേറൊരു പൊടി വേണ്ട അമ്മമ്മ, നമ്മുടെ ഈ ചമ്മന്തിപ്പൊടി ഇല്ലേ ദോശമുക്കി കഴിക്കുന്നത്? ഉഴുന്നുപൊടി. ഉഴുന്നും മുളകും കൂടെ പൊടിച്ച അത്. അതിനകത്തോട്ട് കുറച്ച് കൂടുതൽ പൊട്ടുകടല ആഡ് ചെയ്തോണ്ടല്ലോ, ഒരു വേറെ തന്നെ രുചിയാണ്. നല്ല രുചിയായിരിക്കും, ரொம்ப பிரமாதமா இருக்கும். ഇങ്ങനത്തെ എന്തോരം പൊടിക്കൈകൾ ഈ ശിവയ്ക്കറിയാം. എന്റെ ശിവമോള് രാവിലെ ഇങ്ങനെ കുളിച്ചീറൻ തോർത്തൊക്കെ ഇങ്ങനെ ചുറ്റി ഒരു ഭസ്മക്കുറിയൊക്കെ തൊട്ട് ഇങ്ങനെ നിക്കുന്ന കണ്ടാ തന്നെ എന്തൊരു ഐശ്വര്യമാ. ചുമ, വില്ലൻ ചുമ, ഇതൊക്കെ വന്നാണ്ടല്ലോ പിന്നെ അങ്ങ് പോവത്തില്ല, ആ ജീവനാന്തം ഉണ്ടാവും. എന്റെ കൊച്ചു ഇന്നലെ ഞാൻ കുറച്ച് മഴ നനഞ്ഞ അതിന്റെ അന്ന് അത് പിന്നെ അങ്ങനെ ആയിരിക്കുമല്ലോ. പിന്നെ ശിവയുടെ ഈ ഒരു കോലമൊക്കെ 10 കൊല്ലത്തില് ഒരിക്കൽ മാത്രം കാണാൻ പറ്റുന്ന ഒരു പ്രതിഭാസമാണല്ലോ. നമ്മുടെ ഇങ്ങനത്തെ പ്രതിഭാസമൊക്കെ 10 കൊല്ലം കൂടുമ്പോ ഒരിക്കലെങ്കിലും കാണാൻ പറ്റും. പക്ഷെ ചിലവരുടെ ഇങ്ങനത്തെ പ്രതിഭാസമൊക്കെ ആണെങ്കിൽ നൂറ്റാണ്ടുകൾ കാത്തിരിക്കേണ്ടി വരും, എന്നാ പോലും കാണാൻ പറ്റിയിരിക്കില്ല. കൊച്ചെ, നീ രാവിലെ എണീറ്റ് കുളിച്ച് കുറിയും തൊട്ട് അടുക്കളയെ കയറി, അതിനാണ് ഈ ഷോ മൊത്തം കാണിക്കുന്നത്. നന്നായിട്ടുണ്ട്. லெச்சு, நம்ம கேசு எழுந்திருச்சானா? എവിടെ എണീക്കാൻ, അവന്റെ അവിടെ പോത്ത് പോലെ കിടന്നുറങ്ങുകയല്ലേ. ഞാനിപ്പോ അടുക്കളോട്ട് വരുന്ന വഴിക്ക് 2 വിളി വിളിച്ച് എന്ന് പറഞ്ഞിട്ട് ചാടി എണീച്ചിട്ട് അങ്ങനെ കിടന്നുറങ്ങി. അതെങ്ങനെയാ, രാത്രി ഒന്നും ഉറക്കൂലല്ലോ, ഫുൾ ടൈം പിള്ളേരെ കൂട്ടുന്ന ഗെയിം കളിച്ചോണ്ടിരിക്കുവല്ലേ. முன்னாடி எல்லாம் சீக்கிரம் எழுந்திருச்சு ஓடி கிச்சன்ல வந்து டீன்னு எல்லாம் கேட்பான். இப்ப வர வர எழுந்திருக்கவும் மாட்டான், அப்படியே தூங்குறான். ഞാൻ ഇന്ന് രാവിലെ പടവലത്ത് പോകാൻ പറഞ്ഞതാ. അവിടെ ഈ കാറ്റത്തും മഴയത്തും ഒക്കെ എന്തോരം മരം ഒടിഞ്ഞു വീണ് കാണും. അയ്യോ, അത് പറഞ്ഞപ്പോഴാ ആ വാഴയും അതുപോലെ തന്നെ റബ്ബറൊക്കെ പൊടിഞ്ഞു കാണുമല്ലേ. അതുകൊണ്ടായിരിക്കും പോവാത്ത. പോയില്ലെങ്കിൽ തല്ലി പറഞ്ഞു വിടണം, അല്ലാണ്ട് കിടത്തി ഉറക്കമാണോ ചെയ്യേണ്ടത്? 10-11 മണി വരെ ചെക്കൻ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നേ. 10-11 മണിയാ? 12-1 മണി വരെയും തൂങ്ങറാൻ ഇപ്പോ. പൊന്നു, കിടക്കട്ടെ, സുഖമായിട്ട് കിടന്നുറങ്ങട്ടെ, കുറച്ച് കഴിയുമ്പോഴേ പഠിച്ചോളും. എങ്ങനെ കിടന്ന് ഉറങ്ങട്ടെ എന്നല്ലേ? പണ്ടൊക്കെ ഞാനും ചേച്ചിയും ഇങ്ങനെ കിടന്ന് ഉറങ്ങിയപ്പോ അമ്മ എന്തോ ചെയ്തെന്ന് ഓർക്കുന്നുണ്ടോ? തലവഴിക്ക് വെള്ളം കോരി വെച്ചു. എനിക്ക് വയ്യ നിങ്ങളുടെ ഒന്നും പുറകെ ഓടാന്. ദൈവത്തിന്റെ കാരുണ്യം കൊണ്ട് നേരം വെളുത്ത് എഴുന്നേക്കുന്നു, വൈകുന്നേരം വരെ ഇങ്ങനെയൊക്കെ അങ്ങ് നടക്കുന്നു. കൊച്ചുമോന്റെ വിഷയം വരുമ്പോഴത്തേക്കും ശൗര്യമൊക്കെ അങ്ങ് പോയി ഫിലോസഫിയോ, അല്ലെങ്കിൽ ഈ വീട്ടിലെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം ആ ചെറുക്കനെയാണല്ലോ. എന്തുവാ നോക്കി പഠിപ്പിക്കുന്നേ? നീ എന്താ നോക്കി പഠിപ്പിക്കുന്നേ? ഞാൻ നോക്കിയില്ലല്ലോ പഠിപ്പിക്കാനായിട്ട്. കാപ്പി വളർന്നിരിക്കും. எனக்கு வேணும். ഉമ്മ, കൊച്ചുമോളുടെ കോഫി കുടിക്കാൻ റെഡിയല്ലേ? കമോൺ. തന്നാലല്ലേ കുടിക്കാൻ പറ്റൂ. மெதுவா அம்மா. എണീറ്റതാണോ അതോ ഉറക്കത്തിൽ എണീറ്റ് നടക്കണതാണോ? എണീറ്റളിയാ. ഗുഡ് മോർണിംഗ് അളിയാ. ഗുഡ് മോർണിംഗ്. ഇതെന്തോ ഉറക്കാ? സമയം എത്രയെന്ന് വല്ല പിടിയുണ്ടോ മോന്? 8:30. ആ 8:30. നിന്നെ അമ്മൂമ്മ എത്ര തവണ ഒന്ന് വിളിച്ച് വല്ല അറിഞ്ഞായിരുന്നാ? വിളിച്ചോ? ആ കൊറേ തവണ വിളിച്ച്. 12:30 എണീക്കടാ. 12:30. ആ സൂര്യൻ വന്നില്ലല്ലോ. അതെ, മഴയോണ്ട് അറിയാത്തതാ. കുറച്ച് കഴിയുമ്പോഴേ സൂര്യനങ്ങ് അസ്തമിക്കും. അപ്പൊ ചന്ദ്രൻ അധിക്കും. അച്ചടാ. ഇതോളയോ, ഇന്നലെ ഞാൻ കിടന്നുറങ്ങിയപ്പോഴേ വെളുപ്പിന് 3 മണിയല്ലേ. എന്നാ പിന്നെ ഇന്ന് രാവിലെ 6 മണിക്ക് കിടന്ന് ഉറങ്ങിയാ പോരായിരുന്നോ? അപ്പൊ വൈകുന്നേരം 6 മണിക്ക് എണ്ണീച്ചൂടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഭക്ഷണത്തിന്റെ ചെലവ് പകുതിയും കുറഞ്ഞേനെ.
എന്തോന്നാണ് ഉറക്കം നോക്കിക്കൊണ്ടിരിക്കണത്? നീ പടവലത്തൊന്നും പോണില്ലേ? കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8 നും 15 ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. അമ്മൂമ്മ ഇന്നലെ പറഞ്ഞായിരുന്നു ഇന്ന് പടവലത്ത് പോണോന്ന്. ഇനിയെ പൂച്ച കഴിഞ്ഞു. ഉച്ച കഴിഞ്ഞ് പോകുമ്പോഴേ നല്ല മഴയായിരിക്കും. മഴയൊക്കെ അങ്ങോട്ട് നനയട്ട്. ഇപ്പൊ വെളിവ് വരുമല്ലോ. പാണു കൊണേന്നേരാ ഏട്ടാ എനിക്കിട്ട് വെക്കണ വേണ്ടേ? അതെ, ഈ രാത്രി മൊത്തം ഗെയിം കളിയല്ലാതെ വേറെ പരിപാടി ഒന്നുമില്ല. ചേച്ചി അവന്മാര് നമ്മളെ വെല്ലുവിളിച്ചത് ഞാൻ അടിച്ച് തീർത്തു കൊടുത്തില്ലേ. അവന്മാരിപ്പൊ മൂക്കില് വിരളം വെച്ചോണ്ടിരിക്കും. നീ ഇങ്ങനെ ഗെയിമും കളിച്ചോണ്ടിരുന്നോട്ടോ കേശു. ബാക്കിയുള്ളവരുടെ രാവും പകലിരുന്ന് പഠിച്ചോണ്ടിരിക്കുവാണ്. വരയ്ക്കറിയാത്തോണ്ടാണ് മാത്സ് എടുക്കാൻ പോയത്. മാത്സ് എടുത്തപ്പോ അതിലും വലിയ കഷ്ടപ്പാട്. എടാ നീ ഒന്നില്ലെങ്കിലും മലയാളം അല്ലേടേ? വല്ലപ്പോഴെങ്കിലും ബുക്കെങ്കിലും തുറന്നു നോയിക്കൂടെ നിനക്ക്? ശിവ അങ്ങനെ പറയരുത്. മലയാള സാഹിത്യ ശാഖയുടെ എല്ലാ ശിഖരങ്ങളിലും ആടി പാടി ഓടി നടക്കുന്നവനാണ് എന്റെ അളിയൻ. നിങ്ങളെ നോക്കിക്കോ, ഇനി വരാൻ പോകുന്ന പിള്ളേർക്ക് ഇവന്റെ കൃതികൾ പഠിക്കാൻ കാണും. ഇവന്റെ കൃതി ഉറപ്പായിട്ട് എടുക്കും. കൃതിയുടെ പേര് മുമ്പേ നടക്കുന്നവന്റെ പുറകെ നടക്കുന്നവൻ. കൃതിയല്ലത്, വികൃതി. കൊള്ളാം കൊള്ളാം കൊള്ളാം. എല്ലാണ്ടും കൂടെ എന്നെ ഇവിടെ ഉറക്കരുത് എന്നുള്ള ലക്ഷ്യത്തോടെ വന്നിരിക്കുകയല്ലേ അല്ലേ? ഡേയ് എഴിച്ച് പോടേ, പോയി പല്ലേച്ച് പടവലത്ത് വാ നോക്ക്. പടവലം പടവലത്തിൽ നാളെ പോയാ പോരെ? അളിയാ, ഒരു ഉപദേശം തരാം. ഈ രാത്രി കാലങ്ങളിൽ കിടന്നുറങ്ങുന്ന പോലെ രാവിലെ കിടന്നുറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്ഷീണമുണ്ടോ? ഉപദേശം കൊള്ളാം വർമ്മ സാറേ. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. നല്ല ഉപദേശം അളിയാ, സൂപ്പർ. അത് കറക്റ്റാ. ഉറങ്ങണം, നേരത്തെ കിടന്ന് ഉറങ്ങണം. കേശുവേ, ഈ ഗെയിമിംഗ് അഡിക്ഷൻ ഉണ്ടല്ലോ, ആൽക്കഹോളിക് അഡിക്ഷനെക്കാളും കഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. സർവജ്ഞാനിയല്ലേ? സർവജ്ഞാനിയല്ലേ? സർവജ്ഞാനി ബാണു കൊണേന്നരാ ഏട്ടോ. ഞാൻ ഏച്ചി ഒരു പല്ല് വെച്ചിട്ട് ചായ വല്ലതും മേടിച്ച് കുടിച്ചിട്ട് എന്നിട്ട് പിന്നെയും കയറി കിടന്ന് ഉറങ്ങാലോ അല്ലേ? എന്താ ചേച്ചി ഇത്? ഒരു മനുഷ്യൻ എങ്ങനെയാലും എണീക്കാൻ നോക്കുമ്പോ പിന്നെയും പിന്നെ ഉറക്കാൻ നോക്കല്ലേ? ഇല്ലടാ, നിനക്ക് നമ്മള് താരാട്ട് പാടിത്തരാം. നീ കുഞ്ഞാവയാണല്ലോ. പടി വച്ചേക്കണേ. എങ്ങനെ നടന്ന മനുഷ്യനാ? ഒരു മൊബൈല് വിചാരിച്ച ഒരു മനുഷ്യനെ ഏതൊക്കെ തരത്തിൽ മാറ്റാം അല്ലേ? എടേ ഞാൻ പറയണേ, നാളെ ഞാൻ എന്തായാലും തിരക്കാണ്. അതുകൊണ്ട് ഇന്ന് പോകുന്നതാണ് നല്ലത്. കേൾക്കുന്നുണ്ട? ഇന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 മണിക്ക് പോയാൽ സുഖമായിട്ട് 6:30 തിരിച്ചു വരാൻ പറ്റും. അത് അടിപൊളിയല്ലേ? ഇന്നങ്ങ് പോയാ പോരെ? നാളെ പോയാ പോരെ? എടാ അതല്ലേ പറഞ്ഞ നാളെ ഞാൻ തിരക്കാണെന്ന്. മാത്രമല്ല എന്ത് മടിയാ കേശു നിനക്ക്. മുന്നേക്കെ പടവലെന്ന് പറഞ്ഞാ മതി, അപ്പോഴേക്കും വണ്ടി എടുത്തങ്ങ് പോകും നീ. വന്ന് ഭയങ്കര മടി തന്നെ കേട്ടാ. കൊച്ചെന്നാണ് വിചാരം. കൊച്ചു നല്ല അടി കിട്ടും നിനക്ക്. എനിക്കറിഞ്ഞൂടാ. മടി ചെക്കന്. ചേച്ചി, ഗൗരമ്മയുടെ റൂം മൊത്തം വൃത്തിയാക്കി. അതിപ്പോ ഇന്ന് വൃത്തിയാക്കിയത് അമ്മായിന് എന്ത് വന്നിട്ടാ? അമ്മായി വരുന്നതും പോകുന്നതും ഒന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. അമ്മായി ഒരു കൊടുങ്കാറ്റാ. കുറെ നാളും കൊണ്ട് അമ്മായി പറയാ ചെറിയൻകീഴ് വരെ ഒന്ന് ചെല്ലാൻ, പക്ഷെ പോവാൻ പറ്റില്ല. പോയില്ലെങ്കിൽ മോശമാ. ആര് പോയില്ലെങ്കിൽ ആർക്ക് മോശാന്ന്? അല്ല, നമ്മളെല്ലാരും പോയില്ലെങ്കിൽ മോശമാണ്. എവിടെ പോന്ന കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നേ? അയ്യോ, ചെറിയൻകീഴ് പോകുന്ന കാര്യം പറഞ്ഞത് അമ്മായിയുടെ അടുത്ത്. ஹை, நம்ம எல்லாருமா சேர்ந்து போறோமா? அங்க என்ன விசேஷம்? അത് ശരി, അവിടെ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ മാത്രം എല്ലാരും കൂടി ആയിട്ട് പോകാൻ പാടുള്ളൂ. அப்படி இல்ல, நம்ம அங்க போறதா இருந்ததுன்னா எல்லாருமா சேர்ந்து போலாம். அப்படின்னா ரொம்ப ஜாலியா இருக்கும். ആ പിന്നെ ഇവിടെയുള്ള എല്ലാരുമായിട്ട് അമ്മായിയുടെ അടുത്ത് അങ്ങോട്ട് പോയാണ്ടല്ലോ നല്ല ജോളിയായിരിക്കും. പിന്നെ അമ്മായിക്ക് അങ്ങോട്ട് കേറണ്ടേ വരത്തില്ല. എന്നാ ഈ ചൂല വെച്ചേക്ക്. நம்ம எல்லாருமா சேர்ந்து மதுரைக்கு போறோம்னு சொல்லிட்டு போறதே இல்லல்ல. അതിന് അമ്മൂമ്മ ഒരു തീരുമാനം ഉണ്ടാക്കി തരും. ഞാൻ ഇപ്പൊ വരാം. ആരെങ്കിലും എവിടെയെങ്കിലും പോന്ന കാര്യം പറഞ്ഞ ഉടനെ മധുരയ്ക്ക് പോന്ന കാര്യം പറഞ്ഞോണം. ഇതിന് മാത്രം അവിടെ എന്തോ ഇരിക്കുന്നു?
அம்மா மதுரையில உலகத்துல இருக்கிற எல்லாமே இருக்குமா? എല്ലാം ഇരിക്കുന്നു. ഇവിടുത്തെ അടുക്കള അവിടെ ഇരിപ്പുണ്ടോ? என்னம்மா இது? இங்க அடுக்களை எப்படியம்மா மதுரையில இருக்கும்? வேற எல்லாம் இருக்கம்மா? എല്ലാം ഇരിക്കു. എടാ നിങ്ങൾ ശരിക്കും മേഡ് ഫോർ ഈച്ച് അതർ ആണ് ഏട്ടാ. ജമ്പനും തുമ്പനോ നിങ്ങള്? அம்மா നോക്ക് എപ്പോഴും ഇങ്ങനെ തന്നെ. പറ്റുമെങ്കിൽ ബാക്കിയുള്ള എല്ലാ മുറിയും തൂത്ത് തുടച്ച് വൃത്തിയാക്കി വെക്കാം കേട്ടാ. ഞാനാ ആ ചെയ്തോ പണിയെടുക്കേണ്ട പ്രായമാ. ഞാനൊന്നും ചെയ്തില്ല. ഇതിവിടെ നീ എന്താ ആമുറിഞ്ഞു വരുന്നേ? ഇവിടെ ഒന്നും സ്ഥലമില്ലാത്തോണ്ട് അവിടെ പോയി കിടന്നുറങ്ങുമായിരുന്നു. അതൊന്നുമല്ലേ. പിന്നെ ഞാന് ഇങ്ങനെ നോക്കി എന്താണ് മുഖം വല്ലാണ്ടിരിക്കുന്നത്? നമ്മുടെ ഈ ഉറക്കത്തിന് എണീറ്റിന്റെ ആയിരിക്കും. ഉറക്കം ശരിയായില്ലല്ലോ. ആ ഉറക്കം തെറ്റിക്കഴിഞ്ഞാലേ എല്ലാം തെറ്റും. ഞാൻ കൊറേ ദുബായ് കിടന്ന് അനുഭവിച്ചതാ. എന്തനുഭവിച്ച കാര്യാ? ഗൾഫിലെ ഒട്ടകത്തിനെ മേയ്ക്കാൻ പോയതാ? ലച്ചൂസേ, ഒട്ടകത്തിനെ മേയ്ക്കല് മാത്രമല്ല അവിടെ പണി. മറ്റു ജോലികൾ ചെയ്യുന്ന പ്രവാസികളുടെ ബുദ്ധിമുട്ട് ലച്ചൂസിന് വല്ല ധാരണയുണ്ടോ? അത്യാവശ്യം കുറച്ചൊക്കെ ധാരണയുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ വേട്ടാവളിന് അവിടെ എന്തെങ്കിലും ജോലി സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? വല്ല കൃഷിയായിട്ട് ബന്ധപ്പെട്ടത്, വല്ല ഒട്ടകത്തിനെ കറക്കാനോ അല്ലെങ്കിൽ ഈന്തപ്പഴത്തിന്റെ കുരുകുത്തി കളയാനോ അങ്ങനെ എന്തെങ്കിലൊക്കെ? ചേച്ചി അല്ല, നീ അതൊക്കെ ചെയ്ത് അനുഭവിക്കണം, എന്നാലേ പഠിക്കത്തുള്ളൂ. അതുകൊണ്ടാ. അവന്റെ കാര്യം ചെയ്യ, എന്നെ വെട്ടി അങ്ങ് വിക്ക്. വെട്ടി വിറ്റാലും പൈസ കിട്ടുമെന്ന് സംശയം. കുരുപ്പ് നീ രാവിലെ തുടങ്ങിയതാടാ പാറുവായി. നിനക്കേ അറിഞ്ഞൂടാ ആരാണെന്ന് കേട്ടാ. ഈ ഇച്ചിരി പോന്ന കൊച്ചിന്റെ കൂടെ തല്ലു പിടിക്കാതെ വല്ല പണിക്കും പോടാ. പറഞ്ഞു പറഞ്ഞു മടുത്ത് മനുഷ്യൻ. ഞാനും പോകുന്നു. കളിപ്പാറ നിന്നെ തൂയിക്കോളാം കേട്ടാ. എന്താടാ? ഒന്നുമില്ലടിയാ. ഒന്നുമില്ലെന്നാ? ഇവിടെ എനിക്കെതിരെ എന്തോ ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ട്. ഗൂഢാലോചനയാ? എന്ത് ഗൂഢാലോചന? അളിയാ, എന്റെ പുസ്തകം വല്ലതും കണ്ടായിരുന്നു? ഞാൻ ഒന്നും കണ്ടില്ലടാ. ഈ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ കാണാനില്ല. കാണാനില്ലെന്നാ? എത്ര ദിവസമായിട്ട് കാണുന്നില്ലെന്ന്? അറിഞ്ഞൂടാ. കുഴപ്പമില്ല, ഞാൻ തൂയിക്കോളാം, അറിയാം. പിന്നെ അളിയൻ എന്തായാലും ഒന്നും എടുത്തിട്ടില്ല. ഞാൻ ഒന്നും എടുത്തിട്ടില്ല. അളിയല്ല, അളിയാവട്ടെ. അതെ, ഒരു മനുഷ്യന് ക്ഷമിക്കണമെന്നൊക്കെ ഒരു പരിധിയുണ്ട്. പോട്ട് നോക്കുമ്പോ തന്നെ തല കറുത്തില്ല കളിക്കണ എല്ലാരും അവിടെ എന്തോ നീ രാവിലെ മുതല് എന്നെ ചൊറഞ്ഞോണ്ടിരിക്കുകയാണ്. നിന്നെ ഞാൻ രാവിലെ നോട്ടോട്ടെ, സത്യം പറയണേ. എടാ എന്തോ കാര്യം എന്താന്ന് വെച്ചാ പറ. കാര്യം ഞാൻ പറയാം. അതെ, എന്റെ താൻ തന്നെ ചേച്ചി എന്റെ ജീവിതം വെച്ചാണ് കളിക്കണുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ എന്ത് ചെയ്തെന്നാ? ചേച്ചി എന്തോ ചെയ്തെന്ന് പോലും. ചേച്ചി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ ഗെയിം കളിക്കുന്നുണ്ടാവും, ചിലപ്പോൾ ഫുട്ബോൾ കളിക്കാൻ പോകും, മീൻ പിടിക്കാൻ പോകും, അങ്ങനെ പല പരിപാടിയുണ്ട്. പക്ഷേ പഠിത്തത്തിന്റെ കാര്യത്തില് എന്നും കേച്ചു മുന്നിലാണ്. കേച്ചുവിന് അതെപ്പോഴും കേച്ചുവിന്റെ മനസ്സിലുണ്ട്. പക്ഷേ ഇവരെന്താണ് ഇവര് തലയ്ക്ക് കുഴപ്പമുണ്ടാ? ലച്ചൂസേ, മനുഷ്യന് ഉറക്കം കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കൊണ്ടുപോണേ ഇവനെ. അതെന്തിനു പറഞ്ഞു? എനിക്ക് ഭ്രാന്താണ്. പിന്നല്ലാണ്ട് ഞാൻ വെള്ളം പിടിച്ചാൻ പറയാം കേട്ടാ. സത്യം പറഞ്ഞു, ആരാണെങ്കിലും അതെടുത്തത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചോണം. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തെളിച്ച് വാ തുറന്ന് പറയണം. ഇവിടെ കിടന്ന് ബഹളം വെച്ചിട്ട് ഒരു കാര്യമില്ല. നിന്റെ എന്താണ് ഇപ്പൊ പോയത്? എന്റെ ബുക്ക് കാണാനില്ല. ഞാൻ പഠിക്കണ എന്റെ ബുക്ക് കാണാനില്ലാന്ന്. ആണോ? എന്റെ ഫോണും കാണാനില്ല. ആരെടുത്താണെങ്കിലും പ്ലീസ് ദയവ് ചെയ്ത് ഇതെന്റെ കൈ കൊണ്ടുവന്ന് തരണം. താനെടുത്തേ. അമ്മച്ചി
അമ്മച്ചി ഞാൻ വന്ന്. ഞാൻ വന്നെന്നാ? അല്ല ഈ സാധനമൊക്കെ എപ്പോഴത്തെ പുറത്തിട്ടാ? എടാ ഞാനാ എടുത്തു വെച്ചത്. ഇത് ആവശ്യമില്ലാത്ത കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നല്ലോ, ഞാൻ വിളിച്ചിട്ട് വന്നതാടാ. അതെ, ആ. എത്ര രൂപ തരും? ഇതിനൊരു 50 രൂപയുള്ളൂ. 50 രൂപയോ? ആ 50 ഒന്നും പറ്റൂല, 100 രൂപ തരുവാണെങ്കിൽ എടുത്തോണ്ട് നോക്കും. 50 രൂപയ്ക്ക് മേലെ ഇല്ല. എന്നാ പിന്നെ എടുക്കണ്ട, അവിടെ വെച്ചോ. അങ്ങനെ പറയല്ലേ. ആ 50 എങ്കിൽ 50 എടുത്തോ. ആ. ആ നിക്ക് ആ. കുറച്ച് സാധനം കൂടെ ഉണ്ട്, അതിന് കാശൊന്നും തരണ്ട. എടുത്തോ. കനകം, കുറച്ച് സാധനങ്ങൾ ഞാൻ പുറശത്ത് കെട്ടി വെച്ചിട്ടുണ്ട്, പോയി ഇങ്ങെടുത്തോണ്ട് വാ. ഇനി എന്ത് സാധനം അമ്മൂമ്മ? ആ ഇവിടെ ആവശ്യമില്ലാത്ത കുറച്ച് സാധനങ്ങൾ തന്നെയല്ല, ഇവിടെ ഭയങ്കര ഉപദ്രവം. അത് ഉപദ്രവമുള്ള സാധനം? അതെന്ത് സാധനം? അതൊക്കെ ഉണ്ട്. കേശുവിനെ കൊടുക്കാൻ പോവാണോ? ചേച്ചി ആ കനകം കിട്ടിയില്ലയോ? ആ പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടുവാ. ഇതൊരു കെട്ടുണ്ടല്ലോ. அம்மா நல்ல வெயிட்டா இருக்கு. என்னம்மா அதுக்குள்ள? അതൊക്കെ ഉണ്ട്, ഇതെന്താ അമ്മച്ചി? അതൊക്കെ ഉണ്ട്, കൊണ്ടുവെക്കോ. ആ അഴിക്കണമെന്നില്ല, കൊണ്ടുവെക്കോ. അല്ല എന്നാലും നോക്കണം. എന്തമ്മ എന്താ ഇതെല്ലാം കെട്ടിക്കൊണ്ടേ? ഇത് പഠിക്കണ ബുക്കുകളല്ലേ? ആ പഠിക്കുന്ന ബുക്കൊക്കെ തന്നെയാ, പക്ഷെ ഇവിടെ പഠിക്കാൻ ആരുമില്ല. പഠിക്കുന്നവരൊക്കെ ഭയങ്കര തിരക്കില്ല. അത് നന്നായി. തൊട്ടു പോവരുത്. അല്ലല്ല നില്ലേ അമ്മൂമ്മ, എന്റെ ബുക്ക്. നിന്റെ ബുക്ക് തൊട്ടു പോവരുത് നീ. അത് അമ്മൂമ്മ 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 ബുക്ക് 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 അമ്മൂമ്മ. നിനക്ക് ഇതിന്റെ ആവശ്യമില്ലല്ലോ, കൊണ്ടുപോക്കോട്ടെ. അല്ല അമ്മൂമ്മ ചുമ്മാ കളിക്കല്ല. എന്തിനാണ്? വേണ്ട, നിനക്ക് പഠിക്കാൻ നേരമില്ലല്ലോ. പഠിക്കേണ്ടുന്ന സമയത്തൊക്കെ നീ മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കല്ലയോ, നീ മൊബൈലിൽ കുത്തിക്കൊണ്ടിരുന്നാ മതി. അമ്മൂമ്മ ഞാൻ 2 ദിവസം മൊബൈൽ കുത്തിക്കോ, ഞാൻ പഠിക്കും. പഠിക്കണ്ട, നീ പഠിക്കണ്ട, കൊണ്ടുപോക്കോട്ടെ. അമ്മച്ചി ഇതിലൊരു മൊബൈല്. അയ്യോ അതിവിടെ ഒട്ടും ആവശ്യമില്ലാത്ത, കൊണ്ടുപോക്കോ. അമ്മൂമ്മ അതെന്റെ മൊബൈൽ മനസ്സിലാ. മൊബൈല് ഇനി മൊബൈല് വേണ്ട. അബദ്ധം പറ്റിപ്പോയതാണ്, പ്ലീസ് ക്ഷമിക്കണം. ഞാൻ ഇനി ജീവിതത്തിൽ ഞാൻ ഗെയിം കളിക്കൂല, പോരെ? ഉറപ്പാണോ? ഇനി ഞാൻ സത്യമായിട്ട് ഗെയിം കളിക്കൂല. നേരത്തെ കിടന്നുറങ്ങോ? നേരത്തെ കിടന്നുറങ്ങും. ഞാൻ 7 മണിക്ക് ഞാൻ കിടന്നുറങ്ങും. രാവിലെ എഴുന്നേക്കോ? 5:30 എണീക്കും. ഇനി ആവശ്യമില്ലാതെ ഇങ്ങനെ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുവോ? ഇല്ല, ഞാൻ മൊബൈൽ നോക്കത്തേ ഇല്ല. ഞാൻ പഠിക്കും. ഇനി ഗെയിം കളിക്കത്തില്ലല്ലോ? ഇല്ല, ഗെയിം കളിക്കത്തില്ല. എന്റെ മനസ്സിൽ ഇനി പഠിത്തം എന്ന് മാത്രം ഒറ്റ ചിന്തയെ കാണുള്ളൂ, പോരെ?